അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കോയിൻ ഉടനെ റിലീസാവും. അപ്പോൾ ഇത് വരുന്ന ടൈമിൽ ഇത് എങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ആയിട്ടില്ല, കാരണം ഞാൻ ഇപ്പോൾ ഈ നോക്കുന്ന ടൈമിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് സെർച്ച് ചെയ്യുമ്പം നിയർലി 1 hour 45 minutes ആണ് എടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റും പല രീതിയിലാണ് നിങ്ങളെല്ലാവരും ഇത് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിതിപ്പോൾ ഫോണിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് വരുന്ന ടൈമിൽ ഭയങ്കര ഹാങ്ങിങ് ബഗ്ഗും ആയിരിക്കും, അതുകൊണ്ട് ഇത് ആക്സസ് ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ബൈനാൻസിലേക്കാണ് നിങ്ങളിത് ക്ലെയിം ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോയിൻ്റെ ഇവിടെ ബൈനാൻസിൽ വരും. അത് വരുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാളറ്റിലായിരിക്കും കാട്ടാൻ പോകുന്നത്. എയ്തർ നിങ്ങളുടെ ഫണ്ടിങ് അല്ല നിങ്ങളുടെ ഇതിലായിരിക്കും ഈ ഒരു ഇവിടെ കാട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഫണ്ടിങ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർവ്യൂവിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രേഡിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ബോട്ടത്തിലോട്ട് ട്രേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രേഡിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഓൾറെഡി ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ബിറ്റ് കോയിൻ്റെ രീതിയിലായിരിക്കും ഇവിടെ കിടക്കുന്നത്. BTC/ എന്നുള്ള രീതിയിലേക്കായിരിക്കും ഇവിടെ കിടക്കുന്നത്. BTC/USDT എന്നുള്ള രീതിയിലേക്കായിരിക്കും കിടക്കുന്നത്. നിങ്ങളത് ഫസ്റ്റ് മാറ്റിയിട്ട് BTC മാറ്റിയിട്ട് HMSTR എന്ന് സെർച്ച് ചെയ്യുക. ഹാംസ്റ്ററിന് സെർച്ച് ചെയ്യുക. ഹാംസ്റ്ററിന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് സെല്ല് ചെയ്യണം എന്നുള്ള തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ടത്തിൽ സെല്ലയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സെല്ലയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബൈ സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ലിമിറ്റ് ആയിരിക്കും കിടക്കുന്നത്. ലിമിറ്റ് മാറ്റിയിട്ട് നിങ്ങളിവിടെ മാർക്കറ്റ് ആക്കുക. എത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ്റെ എത്ര പെർസെൻറ്റേജാണ് സെല്ല് ചെയ്യണത് എന്നുള്ള കാര്യം നിങ്ങൾ മെൻഷർ ചെയ്യുക. ഞാനിപ്പം 50% ആയിരിക്കും വിൽക്കുക. വരുന്ന ടൈമിൽ 50% ഞാൻ ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനിവിടെ 50% കൊടുത്തു. ദെൻ നിങ്ങളിവിടെ സെൽ ഹാംസ്റ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് /USDT ഇത് നിങ്ങൾ നോക്കണം. HMSTR/USDT വേറെ ഒന്നിലേക്ക് നിങ്ങൾ വിൽക്കല്. അപ്പോൾ നിങ്ങൾക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റ് /USDT ആണ് കിടക്കുന്നതെങ്കിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. BNB ഉണ്ട്, TRY ഉണ്ട്, FDUSD ഉണ്ട്. അപ്പോൾ ഇതിൽ കൊടുക്കൽ ഈ ഫസ്റ്റ് കാണുന്ന USDT വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. സെല്ല് കൊടുത്തു കഴിയുന്ന സമയത്ത് നിങ്ങളുടെ വാളറ്റിൽ ഇവിടെ അസറ്റ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാട്ടുന്നുണ്ടായിരിക്കും, USDT കാട്ടുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ബാക്കിയത്തെ കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്. നമുക്ക് P2P വഴി ഗൂഗിൾ പേയിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ, അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറേ പേർക്കയിൽ നിങ്ങളുടെ ടെലിഗ്രാം വാളറ്റിലായിരിക്കും നിങ്ങൾ കുറേ പേര് നിങ്ങളുടെ കോയിൻസ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ടോൺ കീപ്പർ വാളറ്റിലായിരിക്കും നിങ്ങളുടെ ഫണ്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ടോൺ കീപ്പർ വാളറ്റിൽ ഇപ്പം പ്രത്യേകിച്ച് ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സപ്പോസ് നിങ്ങളുടെ ടോൺ കീപ്പർ വാളറ്റിലാണ് കിടക്കുന്നതെങ്കിൽ സപ്പോസ് നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ സെൻഡ് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾ സെൻഡ് കൊടുത്തിട്ട് ഏത് അഡ്രസ്സിലേക്കാണ് സെൻഡ് ചെയ്തത്, നമുക്കൊരു എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്താണ് അവിടുത്തെ വാല്യൂ അനുസരിച്ച് മാറത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ബൈനാൻസിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വിഡ്രോ കൊടുക്കുക, ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഏത് കോയിനാണ് ഡെപ്പോസിറ്റ് ചെയ്തത് HMSTR എന്ന് കൊടുക്കുക. ഹാംസ്റ്റർ കോമ്പാക്റ്റിന് കൊടുത്തു. ടോൺ കോയിനാണ് നെറ്റ്വർക്ക് വരുന്നത്. കണ്ടിന്യൂ. ഇവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇവിടെ അഡ്രസ്സിന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യുക. ലോ പേസ്റ്റ് കമൻ്റ് എന്നുള്ളിടത്തത് നിങ്ങൾ ഈ ഒരു ഹാംസ്റ്റർ മെമ്മോ എന്ന് കണ്ടോ, ഇത് വേണം നിങ്ങൾ പേസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഏത് വാളറ്റിലായിക്കോട്ടെ, ടെലിഗ്രാം വാളറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബിറ്റ്ഗെറ്റ് വാളറ്റിലായിക്കോട്ടെ, ഏത് വാളറ്റിൽ വേണമെങ്കിലായിക്കോട്ടെ, ഈ രീതി വേണം നിങ്ങൾ നിങ്ങളുടെ വാളറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ബൈനാൻസാണ് എടുത്തിരിക്കുന്നത്. ബൈബിറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ബൈനാൻസിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. എത്ര ഇതാണെന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഇതില്ല, കാരണം ഓൾറെഡി ഹാംസ്റ്റർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വരത്തില്ല. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യുക. ഇങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടും കുറച്ച് ടൈം എടുക്കും, പക്ഷേ നിങ്ങളുടെ ഹാംസ്റ്ററിൻ്റെ ഇതിലേക്ക് അത് ആയിക്കോളും. സോ ഇങ്ങനെയാണ് നമുക്ക് ബൈബിറ്റ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ബൈനാൻസ് ആയിക്കോട്ടെ, ഏതൊരു എക്സ്ചേഞ്ചിലും നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കോയിൻ നമ്മൾ സെല്ല് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. P2Pയുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവർക്ക് നിങ്ങൾ ജസ്റ്റ് എൻ്റെ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ മതി. ഡോക്സ് സെല്ല് ചെയ്യുന്നതിൻ്റെ P2Pയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. നല്ലൊരു എമൗണ്ട് ഉണ്ട്, അത് സെല്ല് ചെയ്യുന്ന ഞാൻ കാണിച്ചു വിട്ടിട്ടുണ്ട്. ലാസ്റ്റ് പാർട്ടിലായിട്ട് കിടപ്പുണ്ട്. ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കാം ഈ ഒരു വീഡിയോയിൽ. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കിയാൽ മതി.
ഇത് കാരണം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ആ ഒരു 1 hours കഴിയുമ്പോഴത്തേനും ഒരുപാട് പേര് ഇത് ഭയങ്കര ബഗ്ഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഡോഗ്സിൻ്റെ യൂസ് ചെയ്തവർക്കറിയാം ഇത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ബഗ്ഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ വീഡിയോ ഇട്ട് വെച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഈ പറഞ്ഞ ഇട്ട വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി.